Hey Shakab guys, this is zegovlogs. നമ്മളിപ്പോൾ ഒരു ഫ്രീ ഫയർ അല്ലെങ്കിൽ പബ്ജി ഒക്കെ കളിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിംഗ് ചാനലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി സ്വന്തമായിട്ട് ഒരു ഗെയിമിംഗ് ലോഗോ വേണം എന്നുള്ളത് മിക്കവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ലോഗോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ ലോഗോ മേക്കർ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന കൂടുതൽ ലോഗോസും ഫ്രീ ആയിട്ട് കിട്ടുന്ന കൂടുതൽ ലോഗോസും നമുക്ക് ഇഷ്ടപ്പെടാതെ പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഏതെങ്കിലും ലോഗോസ് നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് വാട്ടർമാർക്ക് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു ഗെയിമിംഗ് ലോഗോ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ഗീവ് അവേ ഒക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ നിൽക്കുക. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ഇറ്റ്സ് zegovlogs. അപ്പോൾ ഗൈസ് നമ്മൾ ലോഗോ ഉണ്ടാക്കുന്നത് പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അടിയിലായിട്ട് കാണുന്ന നാലാമത്തെ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ വന്നു കഴിഞ്ഞാൽ ഇമേജ് സൈസ് എന്ന് കാണാം. അതിൽ പല സൈസസ് നമുക്ക് കാണാം. ഞാനിപ്പോൾ സ്ക്വയർ എന്ന് സെലക്ട് ചെയ്യാണ്. സ്ക്വയർ എന്ന് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ട ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ അവതാറുകൾ കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ജസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മൊത്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു ലോഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ഫയർത്തെ അല്ലെങ്കിൽ പബ്ജിത്തെ അവതാരണയാണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പേരടിച്ച് ആ അവതാറിൻ്റെ പേരടിച്ചതിൻ്റെ ശേഷം png വെക്റ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ പിക്സൽ ലാബിലേക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് കോർണേഴ്സിലും ഒരു വേറെ കളർ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ അടിയിൽ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. മൂന്നാമത്തെ ഓപ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റണം. ഞാനിപ്പോൾ ട്രയാങ്കിളാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് കളർ മാറ്റാൻ വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ കൊടുക്കുക. എന്നിട്ട് ഈ ഡ്രോപ്പർ മേലെ കാണുന്ന ഡ്രോപ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോയിലത്തെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കളർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ടിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വലുതാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് നമ്മുടെ കോർണേഴ്സിലേക്ക് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കോർണർക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം അപ്പുറത്തെ കോർണറിൽ വെക്കാനായിട്ട്. അതിന് ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ആ ട്രയാങ്കിൾ നമ്മുടെ ഓപ്പോസിറ്റ് കോർണറിലേക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ലോക്ക് ചെയ്തിട്ടുണ്ട്. ലെയേഴ്സിൽ പോയിട്ട് ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ആ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ലോക്കാവും. പിന്നെ അത് അനങ്ങൂല. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അവതാറിനെ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇമ്പോർട്ട് എന്ന് കൊടുത്തിട്ട് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനിൽ നിന്നിട്ട് ഇമ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ അവതാർ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അവതാറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യാം. റീസൈസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ ആക്കിയിട്ട് വെക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സെൻറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ സെഗോ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ കാണുന്ന എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ എടുക്കുക. അതിൽ ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റത്തെ ലെറ്ററും ലാസ്റ്റ് ലെറ്ററും കുറച്ച് സൈസ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് സെഡ് എന്ന് മാത്രം ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ സൈസ് എന്ന് കൊടുത്തിട്ട് ഇത് സൈസ് അത്യാവശ്യം കൂട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ടിൽ എന്നിട്ട് മൈ ഫോണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾ മേലെ ടോപ്പ് റൈറ്റിലായിട്ട് കാണുന്ന ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫയൽ മാനേജറിൽ എവിടെയാണോ ആ ഫയൽ കിടക്കുന്നത്, TTF അല്ലെങ്കിൽ OTF ഫയൽ കിടക്കുന്നത്, ആ ഫയലിൻ്റെ ഫോൾഡർ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആഡ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺസ് ഇതിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ ജസ്റ്റ് ആ സിപ്പ് ഫയലിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോണ്ടൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ ഈ ഡ്രോപ്പർ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഫോട്ടോസിലുള്ള ഏതെങ്കിലും കളർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ഗ്ലാസിൻ്റെ കളർ എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഗ്രേ കളർ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കളർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സ്ട്രോക്ക്, നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കണം. ഔട്ട്ലൈന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ വന്നിട്ട് അതിൻ്റെ കളർ നമ്മൾ ജസ്റ്റ് മാറ്റുകയാണ്. അതിൻ്റെ കളർ നമുക്ക് ഈ ഗ്രേ ആക്കി വെക്കാം. ലൈറ്റ് ഗ്രേ കളറാക്കി വെക്കാം. നമ്മുടെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടി നോക്കി വെക്കാം.
പക്ഷെ ഇപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനെ ഒന്നും കൂടി എടുത്ത് കാണിക്കുന്ന ഒരു കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഡ്രോപ്പർ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അവതാറിൻ്റെ ക്യാപ്പിൻ്റെ മുകളിലുള്ള കളർ ജസ്റ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതൊന്നും കൂടിയും ഒന്ന് ടെക്സ്റ്റിനൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്ന കളറാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു കളർ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ലെറ്റേഴ്സും കൂടി സെറ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ന്യൂ ടെക്സ്റ്റ് കൊടുത്തുകൊണ്ടിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് ജി എന്ന് പറഞ്ഞിട്ടുള്ള 2 ടെക്സ്റ്റാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ 2 ലെറ്റേഴ്സും നമ്മുടെ പൊസിഷനിൽ കൊടുന്ന് വെച്ചതിന് ശേഷം നമ്മൾ സെഡിൽ എന്തൊക്കെ ചെയ്തോ അതേപോലെ തന്നെ നമ്മുടെ ഈ 2 ലെറ്റേഴ്സിലും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കളറ് അതേപോലെ സ്ട്രോക്കിൻ്റെ കളറ് സ്ട്രോക്കിൻ്റെ വിടുത്ത് കാര്യങ്ങളൊക്കെ സെയിം ആക്കിയിട്ട് അതേപോലെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെറ്റേഴ്സിനും നമുക്ക് ഷാഡോ എനേബിൾ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ലെറ്റേഴ്സിനും നമ്മളിപ്പോൾ ജസ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് എനേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലെറ്റേഴ്സൊക്കെ ഒന്ന് വിട്ട് നിൽക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി അടുപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഒരു ടെക്സ്റ്റിൻ്റെ മേലെ വേറൊരു ടെക്സ്റ്റ് ഓവർലായിട്ട് നിൽക്കണ പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ മേലെ വേറൊരു ടെക്സ്റ്റൊക്കെ ഓവർലാക്കിയിട്ട് വെച്ച് നോക്കിയാകുമ്പോൾ ഒരു സംഭവം രസമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വേർഡിൻ്റെ ഓരോ ലെറ്ററും വേറെ വേറെ ലെയറായിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ കൂടി മെർജ് ചെയ്യാനായിട്ട് അടിയത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 ലെയറും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് മെർജ് എന്ന് കൊടുക്കുക. മെർജ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഓപ്ഷനാണ്, അടിയിൽ കാണുന്ന 3ാമത്തെ ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ സെഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഒരൊറ്റ ലെയറായിട്ട് മെർജ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെൻറ്റർ ചെയ്യണം. അതിനായിട്ട് 3ാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുന്നുണ്ട്. ജസ്റ്റ് സെൻറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് സെൻറ്റർ ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അവതാറിനെ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സെഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിൻ്റെ അടിയിലായിട്ട് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ സെഗോ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിന് കൊടുത്തിട്ടുള്ള എല്ലാ സ്റ്റൈലും നമ്മുടെ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിനും കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ലോഗോക്ക് ഒരു മാച്ച് ഇല്ലാത്ത പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ വേറൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇനി വേറെ സംഭവം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ലുക്കായിട്ട് കിട്ടും നമ്മുടെ ലോഗോ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗോൻ്റെ കളർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരച്ചുണ്ടാക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ഷേപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പിക്സൽ ലാബിൽ തന്നെ നിങ്ങൾക്ക് വരച്ചുണ്ടാക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊസിഷൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നേരെ ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടു ബാക്ക് എന്ന് കൊടുക്കാം. ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലെയറിൻ്റെ ബാക്കിൽ പോയിട്ട് ഈ ലെയർ കൊടുക്കും. നമ്മുടെ അവതാറിൻ്റെയും ടെക്സ്റ്റിൻ്റെയും ബാക്കിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലോഗോ വേറെ ലുക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ ലോഗോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ടാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് ട്രാൻസ്പെറൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് പോയിക്കോളും. എന്നിട്ട് ജസ്റ്റ് മേലെ കാണുന്ന സേവ് ബട്ടൺ അമർത്തിയിട്ട് എക്സ്പോർട്ട് ഇമേജ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഡയമെൻഷൻസ് എന്നുള്ളത് കസ്റ്റത്തിലാണ് കൊടുക്കുന്നുണ്ടാവുക. അത് അൾട്രയ്ക്ക് ഇട്ടതിന് ശേഷം എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലോഗോ നമ്മുടെ ഗാലറിയിലേക്ക് PNG ഇമേജ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ ലോഗോയും തമ്മിൽ വലിയ മാച്ചിങ് ഒന്നും ആയിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നുള്ളതിലേക്ക് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.